തിരുവനന്തപുരത്തെ പോത്തൻകോട് കഞ്ചാവും കള്ളനോട്ടും തോക്കുമായി 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടത്താട് രാം വിവേകിന്റെ വീട്ടിൽ പോത്തൻകോട് നെടുമങ്ങാട് പോലീസ് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. രാം വിവേക്, അഭിൻലാൽ, ഋഷിൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, കഞ്ചാവ്, കള്ളനോട്ട്, തോക്ക് ഇവരുടെ ഇടപാടെന്താണ്? രതീഷ്, കാപ്പ ചുമത്തപ്പെട്ട പ്രതി അനന്തു എന്ന് പറയുന്ന ഗുണ്ട, അയാളെ തേടിയാണ് പോത്തൻകോട് അതുപോലെ തന്നെ നെടുമങ്ങാട് പോലീസിന്റെ സംയുക്ത ഓപ്പറേഷൻ ഇന്ന് പുലർച്ചെ നടന്നത്. ഇയാളെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. ഇയാൾ കുറേ ദിവസമായി ഒളിവിലായിരുന്നു. അപ്പോൾ ഇയാൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള രഹസ്യ കേന്ദ്രം എന്ന നിലയ്ക്കാണ് ഈ രാം വിവേകിന്റെ വീട് പോലീസ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഇന്ന് പുലർച്ചെയോടെ ആ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി. ആ റെയ്ഡിനിടെയാണ് ഈ രാം വിവേകിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവും കള്ളനോട്ടും തോക്കും കണ്ടെടുത്തത്. ആ വീട്ടിൽ രാം വിവേകിനെ കൂടാതെ 3 പേർ കൂടി ഉണ്ടായിരുന്നു. അത് അഭിൻലാൽ, ഋഷിൻ, മറ്റൊരു യുവതിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 4 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ യുവതിയെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിട്ടുണ്ട്. മറ്റ് 3 പേരും കസ്റ്റഡിയിലാണ്. എന്നാൽ അനന്തു ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് നെടുമങ്ങാട് പോലീസ് പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് അനന്തുവിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും ഈ 3 പേരും ഗുണ്ടാ സംഘങ്ങളിൽ പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ തീരുമാനിച്ചിട്ടാണോ ഇങ്ങനെ ഒത്തുകൂടിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തോക്കും കഞ്ചാവും കള്ളനോട്ടും കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് ഈ 3 പേർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാം വിവേക് ആണ് ആ കേസിൽ 1-ാം പ്രതി. ഇതുകൂടാതെ അനന്തുവിനെ കാപ്പ ചുമത്തിയതുകൊണ്ട് അയാളെ തുറങ്കിലടക്കുകയും ചെയ്യും. ശരി, 3 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഒരാൾക്കെതിരെ കാപ്പ നേരത്തെ ചുമത്തപ്പെട്ടതായതുകൊണ്ട് അയാളെ തുറങ്കിലടച്ചിട്ടുണ്ട്. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.